അമ്മ, നമുക്ക് കറങ്ങാൻ പോയാലോ? കറങ്ങാനാ? എവിടെയാ പോണ്ടേ? ബീച്ചില്. അപ്പൊ നമുക്ക് രണ്ടൊക്കെ കളിക്കാലോ വെള്ളത്തില്. അച്ഛനോട് ചോദിച്ചോക്കാം. അച്ഛൻ കുളിക്കാൻ പോയിട്ടുണ്ട്. വെറുതെ വന്ന് ചോദിക്കാൻ പറ്റും. ബീച്ചിൽ പോവാലോ? ബീച്ചിൽ പോവാലോ? നമുക്ക് പോണ ബീച്ചിൽ പോവാലോ? ബീച്ചിൽ പോവാലോ? ആ ഏട്ടാ, മോള് പറയാ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? നമുക്കൊന്ന് പോയാലോ? എനിക്കിപ്പോ സമയമില്ല, എനിക്ക് വേറെ പോവാനുണ്ട്. ചങ്ങായിമാരിലാണ് റെഡിയായിട്ട് കാത്തിക്കുന്നത്. അതല്ല, ഏട്ടൻ എപ്പോഴും ചങ്ങായിമാരെപ്പരം തന്നെയല്ലേ പോകുന്നത്. ഇന്ന് നമുക്കൊന്ന് പോവാം. അച്ഛക്ക് സമയമില്ല മോളെ, എല്ലാരും അച്ഛനെ കാത്തിക്കുന്നുണ്ട് അവിടെ. എപ്പോ ചങ്ങായിമാരെപ്പരല്ലേ ഏട്ടാ പോകുന്നത്? ഏട്ടൻ പണിയും കഴിഞ്ഞ് വന്ന് വേഗം കുളിച്ചിട്ട് നേരെ ചങ്ങായിമാരെപ്പരം പോയിട്ട് കഴിഞ്ഞാൽ രാത്രിക്കല്ലേ വരുന്നുള്ളൂ. ഇന്നൊരു ദിവസം നമുക്ക് പോവാട്ടാ. എനിക്കൊന്ന് പറഞ്ഞാ മനസ്സിലാവുന്നില്ലേ? മനുഷ്യന്മാര് പണിയും കഴിഞ്ഞ് സ്ട്രെസ്സും കൊണ്ട് വരുമ്പോ ആകെ മനസ്സമാധാനം കിട്ടുന്നത് അവരെപ്പരം പോയിരിക്കുന്ന കുറച്ച് സമയം. അത് നീ വിടൂലെന്ന് പറയും. അതെന്നാ പിന്നെ എനിക്ക് സ്ട്രെസ്സും ടെൻഷനും ഒന്നുമില്ല എന്നേട്ടന്റെ വിചാരം. പണിക്കും പോകാണ്ട് വീട്ടില് പിള്ളേരെ നോക്കിയിരിക്കുന്നു, നിനക്കെന്ത് സ്ട്രെസ് വരാനാ? അല്ല ഏട്ടാ, കുഞ്ഞിനെ നോക്കി വീട്ടിലെ പണിയെടുത്തിരിക്കുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതിനും ഉണ്ട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ. 24 മണിക്കൂറും പിള്ളേരെ മാത്രം നോക്കി വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ എനക്കും ഉണ്ടാവില്ല ഒന്ന് പുറത്തു പോയിട്ട് മൈൻഡൊക്കെ ഫ്രീ ആക്കണമെന്ന്. അതിന് മാത്രം ഇവിടെ എന്ത് പണി ഉണ്ടായിട്ടാണ്? നിനക്കല്ല എന്ത് സുഖാന്ന് ഇടാ. ഏട്ടൻ പോയിക്കോ, ഏട്ടനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടനൊന്നും മനസ്സിലാവൂല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കൂല. അതിന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? പോയിക്കോ. ഞാൻ പോവാന്ന്. നിനക്കെല്ലാം വീട്ടില് സുഖം കൂടി പോയ എന്റെ കേടാന്ന് ഇതല്ലോ. മൈൻഡ് ഫ്രീ ആക്കണം പോലും. പിന്നെ